നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബി.ജെ.പിക്കെതിരെയുള്ള കപിൽ സിബലിന്റെ രാഷ്ട്രീയവും അതുപോലെ നിയമപരവുമായിട്ടുള്ള പോരാട്ടം ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരുപക്ഷെ സമാജ്വാദി പാർട്ടിക്ക് അദ്ദേഹത്തിന് ലഭിച്ചുവെങ്കിൽ അത് ഏറ്റവും വലിയ ഗുണം ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് തന്നെയായിരിക്കും. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അടിപതറും, പരാജയപ്പെടും എന്ന് ഉറപ്പിക്കാൻ വേണ്ടി തന്നെയാണ് യോഗിയുടെ രാഷ്ട്രീയ നെറുകേടുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കപിൽ സിബൽ നടത്തുന്ന പോരാട്ടം രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്നത്. അവിടുത്തെ പല നേതാക്കളും ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ BJP MLA-മാരിൽ പലരും ടാർഗറ്റ് ചെയ്ത് അവർക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്ന സംഭവ വികാസങ്ങൾ ഓരോന്നായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 300ഓളം ഈദ്ഗാഹുകൾ, മദ്രസകൾ, പള്ളികൾ ഇതെല്ലാം പൊളിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കപിൽ സിബലാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. നേരത്തെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, മധ്യപ്രദേശിലെ ഒരു ക്യാബിനറ്റ് മന്ത്രിയായിട്ടുള്ള കുനാൽ വിജയ് ഷാ സോഫിയ ഖുറേഷി എന്ന ഇന്ത്യയുടെ ധീര വനിതയെ, കേണലായിട്ടുള്ള അവർ പ്രദാനം ചെയ്യുന്ന മുസ്ലിം സമൂഹത്തെ വലിയ തോതിൽ ആക്രമിക്കാൻ തന്നെയായിരുന്നു അയാളുടെ ലക്ഷ്യം എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് സോഫിയ ഖുറേഷി ഭീകരവാദികളുടെ സഹോദരിയാണ് എന്ന് അഭിസംബോധന ചെയ്തത്. ആ കുനാൽ ഷായ്ക്കെതിരെ നടപടിയെടുക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല പോലീസ് എന്നുള്ളതാണ് സുപ്രീം കോടതി ചോദിച്ചത്. കുനാൽ വിജയ് ഷായുടെ മാപ്പ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞതാണ്. ഈ രാജ്യത്ത് സംഘപരിവാറിന് ഒരു നിയമവും മുസ്ലിങ്ങൾക്ക് മറ്റൊരു നിയമവും ഒരിക്കലും സാധ്യമല്ല. സംഘപരിവാർ പറയുന്നത് ഇതൊരു ഹിന്ദു രാജ്യമാണ്, ഇത് അവരുടെ അവകാശമാണ്, ഈ രാജ്യത്ത് അവർക്ക് എന്ത് രീതിയിലുള്ള നിയമലംഘനവും നടത്താം എന്നുള്ള തരത്തിലാണ് അവരുടെ പ്രകടനവും പെരുമാറ്റവുമില്ല. അതാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് BR ഗവായി ശക്തമായി എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നത്. നമുക്കറിയാം, BR ഗവായിയുടെ വിഷയങ്ങൾ പലതും വരുമ്പോൾ BJP അദ്ദേഹത്തിനെതിരെ ഒളിയം പെയ്യുകയാണ്. അദ്ദേഹത്തിനെ ജാതീയമായി ആക്ഷേപിക്കാൻ വരെ ശ്രമം നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അദ്ദേഹം ദളിത് വിഭാഗത്തിലെ ഒരു പ്രതിനിധി കൂടിയാണ്. സഞ്ജീവ് ഖന്ന എവിടെ വെച്ചാണോ നിർത്തിയത് അവിടെ നിന്നാണ് BR ഗവായ് ഓരോ വിഷയങ്ങളും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ആലോചിച്ച് നിയമ നടപടികൾ എടുത്തു തുടങ്ങുന്നത്. നമുക്കറിയാം, ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്ന യശ്വന്ത് വർമ്മയ്ക്കെതിരെയുള്ള സുപ്രീം കോടതി നിയമിച്ച കൊളീജിയം സുപ്രീം കോടതി വെബ്സൈറ്റിൽ തന്നെ യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും കത്തിക്കരിഞ്ഞ് കിട്ടിയ നോട്ടുകെട്ടുകളുമായി ബന്ധപ്പെട്ട കാര്യം ശക്തമായി പ്രസിദ്ധീകരിക്കാൻ കാരണമായത് ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് സഞ്ജീവ് ഖന്ന ആയിരുന്നത് കൊണ്ട് മാത്രമാണ്. എന്നാൽ സഞ്ജീവ് ഖന്നയേക്കാൾ മികച്ച രീതിയിൽ ഇന്ത്യ മുന്നണിക്കും പ്രതിപക്ഷത്തിനും ഈ രാജ്യത്ത് ശബ്ദമില്ലാത്തവരുടെയും പ്രതിനിധിയായി BR ഗവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് അഭിമാനകരം തന്നെയാണ്.